ഹായ് ഓൾ. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തുവിട്ടിട്ടുണ്ട്. എല്ലാവരും ഇതിനോടകം തന്നെ അപ്ലൈ ചെയ്ത് കാണും. നമുക്ക് BTechൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലും ഇലക്ട്രിക്കലിലും കഴിഞ്ഞവർക്കൊരു സുവർണാവസരം തന്നെയാണ് ഈ എക്സാം. ഈ എക്സാമിന്റെ പാറ്റേൺ, ഈ എക്സാമിന്റെ രീതികൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ഫസ്റ്റ് നമ്മുടെ എക്സാം സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഒരു PSC OMR ബേസ്ഡ് എക്സാം ആണ്. ആദ്യം ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം, ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ട് കുറച്ചുള്ള ടോപ്പിക്ക് സിലബസ് കാണും. സിലബസിനനുസരിച്ചുള്ള ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻസ് കാണും. അതിനുശേഷം അതൊരു എക്സാമിന് ശേഷം ഒരു കട്ട് ഓഫ് മാർക്കിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുകയും അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. ഇൻ്റർവ്യൂവും കൂടെ കഴിഞ്ഞിട്ട് ഫൈനൽ ഒരു മാർക്ക് ഇൻ്റർവ്യൂവിനും ഉണ്ട്. അതും കൂടെ ചെയ്ത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടും. അതിനനുസരിച്ചാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നിയമനം നടക്കുന്നത്. ഇതിൽ കവർ ചെയ്യുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് സിലബസ് കറക്റ്റ് വന്നിട്ടില്ല. പ്രീവിയസ് ഇയർ സിലബസ് വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 10-20% മാത്രമേ ഡിഫറൻസ് വരത്തുള്ളൂ. അപ്പോൾ അതിൽ കവർ ചെയ്ത് പോകുന്ന സിലബസ് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇത്തവണ ഈക്വലായിട്ടാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആണ് ഒരു പോർഷൻ, അതിന് 10 മാർക്ക്. എല്ലാ 10 സെഗ്മെന്റ്സ് ഉണ്ട്, 10നും 10 മാർക്ക് വെച്ചിട്ടാണ്. അത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, പവർ സിസ്റ്റം ഉണ്ട്, കൺട്രോൾ സിസ്റ്റം ഉണ്ട്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ഉണ്ട്, മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ഉണ്ട്, ദെൻ ഫൈനലി ട്രാൻസ്ഡ്യൂസേഴ്സ്, ബാറ്ററീസ് ആൻഡ് ഇലക്ട്രിക്കൽ വയറിംഗ്. അതിൻ്റെ അകത്ത് ഇല്യൂമിനേഷനും അതൊക്കെ പെടും. ഇതെല്ലാം 10 മാർക്കിനാണ് ചോദിക്കാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിലബസ്. ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു 10% നമുക്ക് ബഫർ ചെയ്യാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുമായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മാർക്കിംഗ് സ്കീം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് OMR ബേസ്ഡ് എക്സാമിന് ഒരു എക്സാം 100 മാർക്കിൽ ആയിരിക്കും. നമ്മുടെ PSC എഴുതിയിട്ടുള്ളവർക്കറിയാം, ആദ്യമായിട്ട് എഴുതുന്നവർക്ക് 100 മാർക്കിനാണ് എക്സാം. അതിൽ ഓരോ കറക്റ്റ് ആൻസറിനും ഓരോ മാർക്കും, തെറ്റ് ഉത്തരത്തിന് 1/3 മൈനസ് മാർക്കുമാണ്. അതായത് 3 എണ്ണം തെറ്റിച്ച 1 മാർക്ക് പോകുന്ന രീതി. അതിനുശേഷമാണ് ഇൻ്റർവ്യൂ പ്രോസസ്സ്. അത് ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഫൈനൽ റാങ്കിനോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ കൂടെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ പകുതിയോടുകൂടിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ജൂലൈ 16, 2025 വരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 16 ആണ്. ഇതുവരെ അപ്ലൈ ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ ഉടനടി അപ്ലൈ ചെയ്യുക. കാരണം ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അവരുടെ കോർ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ നമ്മുടെ എക്സാംസ് എന്നായിരിക്കും എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ജാനുവരി ഓഫ് 2026 അല്ലെങ്കിൽ 2026 തുടക്കത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. കാരണം നിലവിലുള്ള എക്സാമിൻ്റെ വാലിഡിറ്റി, റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി 1 വർഷം കൂടെ ഉണ്ട്. അത് തീരുമ്പോൾ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുന്നതാണ് പുതിയ PSC റൂൾസ്. സോ അതിനനുസരിച്ച് നമുക്കിപ്പോൾ എക്സാം നടക്കും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2026 തുടക്കത്തോടുകൂടി തന്നെ എക്സാമിൻ്റെ ഡേറ്റ് പ്രതീക്ഷിക്കുക. ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ അത്യാവശ്യം സമയമുണ്ട്. അപ്പോൾ ഇത് ആസ്പയർ ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ ഒരു ഓൺഗോയിങ് കോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷനാണ് ക്ലാസ്. ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. എക്സാം വരെ നമുക്ക് കണ്ടിന്യൂസ് ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ എക്സാം എന്നാണോ വരുന്നവരെ അതുവരെ കണ്ടിന്യൂസ് ട്രെയിനിങ് കിട്ടും. റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്നതാണ് ഇതിൻ്റെ മെൻറ്റർഷിപ്സ് എല്ലാം. റാങ്ക് ഹോൾഡേഴ്സ് തന്നെയായിരിക്കും നടത്തുന്നത്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.